സിനിമയോടുള്ള ലവ്, പാഷൻ. എനിക്ക് സിനിമയെ അല്ലാതെ ഒരു വഴി വേറെ ഞാൻ കാണുന്നു. ഈ സിനിമ ഇല്ലെങ്കിൽ എന്റെ കാര്യം കുഴപ്പമില്ല, എന്റെ ശ്വാസം നിന്ന് പോകും. ഞാൻ മിഥുൻ ബാനു തോമസിനെയും വൈശാഖിനേക്കാൾ വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളെ വിശ്വസിച്ചു. ഫുഡ് നോക്ക്, ഹ്യൂമർ അവിടെ ഇവിടെയൊക്കെ വന്നു പോകുന്നു. കാരണം അതിനൊന്നും നേരമില്ല. തമാശ പറഞ്ഞല്ല, മനുഷ്യനെ തല തീ പിടിച്ച് നിൽക്കുമ്പോൾ തമാശ പറയുന്ന സമയമുണ്ടല്ലോ. അങ്ങനെയാണ് കഥാപാത്രത്തിലാണ് ഞാൻ വീഴുവാണല്ലോ. ഞാൻ വീഴുവാണ് എന്നോട് നമുക്ക് ഞങ്ങൾ സിനിമയ്ക്ക് വേണമെങ്കിൽ ഞങ്ങൾ 10-15 പേരുമായിട്ട് സിനിമയ്ക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് രാജ് ബേഷിക്കാണ്. സോ ഈ പടത്തിലുള്ള ഒരു ക്യാരക്ടർ ചെയ്തിരുന്നത് വെന്റിലേഷൻ പോസ്റ്റർ. സോ ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ്. ൂറ്റിനാല് ദിവസം ഷൂട്ട് ചെയ്ത കഥ പറഞ്ഞപ്പോ ഇന്നലത്തെ ഒരു ഇന്റർവ്യൂല് പറയുന്നുണ്ടായി നമുക്ക് അതിൽ ഏറ്റവും കൂടുതൽ ആക്ഷന് വേണ്ടി ദിവസങ്ങൾ മാറ്റിവെച്ചു, ചേസിങ്ങിന് വേണ്ടി. അപ്പൊ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന മാസാണെന്ന് ഞങ്ങൾ പറഞ്ഞ മമ്മൂക്ക പറയും മാസ് അല്ല എന്ന് പറയും, മമ്മൂക്ക ക്ലാസ് അല്ല എന്ന് പറയും. ഞങ്ങൾ ഏത് രീതിക്കാണ് ഞങ്ങൾ മൊത്തം ഏറ്റെടുക്കാൻ തീരുമാനിക്കണം. ഞാൻ നിങ്ങളെ ഏറ്റെടുത്തതിന് എനിക്ക് സമാധാനം. ഏറ്റെടുത്തിരിക്കുന്ന അതിന്റെ സന്തോഷം. മുംബൈയിലെ നമ്മുടെ ഈ ജോസേട്ടായി എന്ന് വിളിക്കുന്ന ജോസ് നാട്ടമ്പുറത്തെ ചെറിയ പള്ളിപ്പറമ്പിലൊക്കെ ചെറിയൊരു ഷോ അടി എന്തെങ്കിലും അങ്ങനത്തെ ഒരു അടിക്കാരൻ, അല്ലാണ്ട് വലിയ ഗുണ്ടയോ റൗഡിയോ മാഫിയ കിങ്ങോ അങ്ങനത്തുള്ള ആളൊന്നുമല്ല. നാട്ടിൻപുറത്ത് ഒരു ഡ്രൈവറാണ്. ടൂറിസ്റ്റുകളെ ഹൈറേഞ്ചസിൽ കൊണ്ടുവരുന്നത് ഭയങ്കര അവിടെ ട്രക്കിംഗ് ഒക്കെ ചെയ്ത് അങ്ങനെ അവിടെ ഇംപ്രസ് ചെയ്യുന്ന ആളാണ്. പക്ഷെ അത് പട്ടി കാണിക്കുന്നില്ല. ഈ പുള്ളി ഇയാളേക്കാൾ 100 ഇരട്ടി ബലമുള്ള ആൾക്കാരുടെ മുമ്പിൽ പെട്ട എന്തായാലും സിനിമ. അതാണ് ഈ സിനിമ ചുരുക്കി പറഞ്ഞു. അതിനകത്തുള്ള അടിയെ നടക്കൂ. മിസ്സാവുന്നല്ലേ ഞാൻ പറഞ്ഞു. നമ്മളെങ്ങാനും സാധാരണ മനുഷ്യർ പോയി എവിടെയെങ്കിലും പെട്ടാൽ ഇനി കൊണ്ട് പക്ഷെ ജോസ് പിടിച്ചു നിൽക്കുന്നു എന്നുള്ളത് നമ്മുടെ കഥ. നമ്മുടെ കഥ പ്രധാനമായിട്ട് എടുക്കുന്നത് കേരളത്തിലാണ്, ഭൂരിഭാഗവും തമിഴ്നാട്ടിലാണ്. പിന്നെ മറ്റുള്ളവരെ ആരും ആ ഭാഷ പറയുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു സ്ലാങ്ങിന് ഒരു വലിയ പ്രാധാന്യം പിടിക്കണ്ട. ഈ ക്യാരക്ടർ ജോസേട്ടായിയുടെ ക്യാരക്ടർ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ഭാഗത്ത് കാണുന്നുള്ളൂ. മറ്റുള്ളവർക്ക് തമിഴ്നാട്ടുകാരും അങ്ങനെയൊക്കെ. അപ്പൊ അതുകൊണ്ട് ആ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ തമാശ എന്ന് പറയാൻ പറ്റും. ഹ്യൂമർ അവിടെ ഇവിടെയൊക്കെ വന്നു പോകുന്നു. കാരണം അതിനൊന്നും നേരമില്ല. തമാശ പറഞ്ഞല്ല, മനുഷ്യനെ തല തീ പിടിച്ച് നിൽക്കുമ്പോൾ തമാശ പറയുന്ന സമയമുണ്ടല്ലോ. അങ്ങനെയാണ് കഥാപാത്രത്തിലാണ്. ജോസിന്റെ എടുത്തിയാട്ടക്കാരനായതുകൊണ്ട് പറ്റി പോകുന്നു. അങ്ങനെ ഒത്തിരി നമുക്കൊക്കെ പറ്റിയിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ എടുത്തിയാട്ടം കൊണ്ട് അവർക്ക് അത് തലേന്ന് പോകില്ല, അത് വലിച്ചെറിഞ്ഞാലും പോകുമ്പോൾ അതിങ്ങനെ അത് പിടിച്ച് ജോസിനെ ഒരു വഴിക്കാക്കുന്നതാണ്. ബാക്കി കഥ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സിനിമ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നുണ്ടെന്ന് തോന്നുന്നത് പോലെ മറ്റൊരു ആക്ടർ അവിടുത്തെ വലിയൊരു സൂപ്പർ സ്റ്റാറിനെ വെച്ച് സിനിമ ചെയ്യിപ്പിക്കുന്നു. നരയിടാൻ വരെ അവർ കുറെ നേരം ഡിസ്കസ് ചെയ്യേണ്ടി വന്നു. നരയിട്ടാൽ എങ്ങനെയായിരിക്കും ഇമേജിനെ ബാധിക്കുന്നത്. നമുക്ക് എപ്പോഴും മമ്മൂക്കയുടെ സൗകര്യത്തിനല്ല സിനിമയുടെ സൗകര്യത്തിനാണ് വന്നിട്ടുള്ളത്. അത് ആ ഒരു ലവ് ഉണ്ടല്ലോ സിനിമയോട്, അത് അതിന് വരുന്ന കാര്യമില്ല. നേരത്തെ പറഞ്ഞ ലവ്, സിനിമയോടുള്ള ലവ്, പാഷൻ. എനിക്ക് സിനിമയെ അല്ലാതെ ഒരു വഴി വേറെ ഞാൻ കാണുന്നു. ഈ സിനിമ ഇല്ലെങ്കിൽ എന്റെ കാര്യം കുഴപ്പമില്ല, എന്റെ ശ്വാസം നിന്ന്. അങ്ങനെ വളരെ ഡയറക്ടർ പറയട്ടെ, സ്ട്രോങ് ആണ്, ഡബിൾ സ്ട്രോങ് ആണ്, ഡബിൾ സ്ട്രോങ് ആണോ നിങ്ങൾ നിങ്ങൾ സിനിമ കണ്ടിട്ട് തീരുമാനിച്ചത്. ഇതെന്ത് സംഭവം വെച്ച് കഴിഞ്ഞാൽ ആ കഥയുടെ അല്ലെങ്കിൽ ആ സിനിമയുടെ സ്വഭാവത്തിനനുസരിച്ച് പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. എല്ലാവരും പ്രത്യേകിച്ച് നമ്മൾ ഒരുപാട് എഫേർട്ട് ചെയ്തിരിക്കുന്ന സിനിമയാണ്. നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകാനും നിങ്ങൾ കാണുന്നുണ്ടാകും തന്നെയാണ് അദ്ദേഹം അത്രയും കഷ്ടപ്പെട്ടത്. ട്രെയിലറിൽ നമ്മളൊരു റിഫൈഡ് ഷോട്ട് കാണുന്നുണ്ട് ടോപ്പ് വെച്ചിട്ട്. അത് ഇതുവരെ ഞാൻ മലയാളത്തില് അങ്ങനെ ഷോട്ട് കണ്ടിട്ടില്ല. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ അതിനെപ്പറ്റി ഒന്ന്
ആ ഷോട്ട് നമുക്ക് തന്നെ എടുത്തിരിക്കുന്നത്. കാരണം അല്ല, ആ ഷോട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അത് റിവ്യൂ ചെയ്തിട്ട് പുറത്തുവിടും. അപ്പൊ കാണാം. ഒരു സ്റ്റിക്കിൽ ഒരു ക്യാമറ പറയല്ലേ പറയല്ലേ, അത് കാണിക്കാൻ പറ്റും. കാണിച്ചു കേട്ടോ. അത് പല തവണ നമ്മളിങ്ങനെ പറഞ്ഞില്ല, എല്ലാരും നന്നായി കഷ്ടപ്പെട്ടു, പ്രത്യേകിച്ച് ചോദിക്കുന്നുണ്ട്. അതെ. ഇപ്പോഴും വീണ്ടും വീണ്ടും അത് ഓർമ്മിക്കും. മലയാള ഫിലിമിന്റെ ഡയലോഗ് ഉണ്ട്, അവന്റെ കീ നന്നായിട്ട് 1.5 കിഞ്ചല് വരുന്നു. അപ്പോ ദിവസത്തെ കിടിക്ക് എത്ര കിഞ്ചൽ ഉണ്ടാവും? ഫുഡ് നോക്ക്. മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആദ്യത്തെ ഔട്ട് ആൻഡ് ഔട്ട് ഒരു ആക്ഷൻ പടമാണല്ലോ ടെർബോ. അപ്പോ അത് മിഥുൻ മാനുവൽ തോമസ് എന്ന വ്യക്തിയിലുള്ള വിശ്വാസമായിരുന്നു അതിലോട്ട്? ഞാൻ ആക്ഷനായിട്ട് ഒരു ബന്ധമില്ല, അപ്പുറത്തിരിക്കുന്ന ആള്. ഞാൻ മിഥുൻ മാനുവൽ തോമസിനെയും വൈശാഖിനേക്കാൾ വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളെ വിശ്വസിച്ചു. അല്ലാതെ എനിക്ക് ഇവരെ ഞങ്ങളൊക്കെ നിങ്ങളെ വിശ്വസിച്ച് വരുന്നത്. കാരണം ഇത് പ്രേക്ഷകർ സ്വീകരിക്കുമെന്നാണ് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ സിനിമാ പ്രവർത്തകരും വിചാരിക്കുന്നതും അങ്ങനെയാണ് അറിഞ്ഞിരിക്കുന്നത്. ചിലരുടെയൊക്കെ ഊഹങ്ങളൊക്കെ തെറ്റിപ്പോകും, ചിലത് ശരിയാവും. എല്ലാവർക്കും എപ്പോഴും എല്ലാം ശരിയാവില്ല. ഇത് ശരിയാക്കണേ. ഹിറ്റ്ലർ എന്നുള്ള സിനിമയിലെ എല്ലാ ആക്ഷൻ സീനുകളും ഇടത് കൈ കൊണ്ടാണ് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുള്ളത്. ആ സിനിമ കണ്ടാൽ അറിയാം, നമുക്കത് എഫേർട്ട് എടുത്തിട്ട് എല്ലാം ആക്ഷൻ തുടങ്ങുന്നത് ഇടത് കൈ കൊണ്ടാണ്. അപ്പൊ അങ്ങനെ ഒരു കൊമേഴ്ഷ്യൽ ആയ സിനിമയിൽ അങ്ങനെ ഒരു ചെറിയ എഫേർട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു എഫേർട്ട് എടുക്കേണ്ട കാര്യമില്ല ആക്ച്വലി. പക്ഷെ ആ ഒരു വ്യത്യസ്തത നമുക്ക് കാണാം. അപ്പൊ വൈശാഖ് ചേട്ടനോടും മമ്മൂട്ടിയോടാണ്. ടർബോയിൽ ഇപ്പോ 104 ദിവസത്തിലെ 70% സമയവും ആക്ഷനും സ്റ്റണ്ടിനും വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചിട്ടുള്ളത്. അങ്ങനെ മമ്മൂക്കയുടെ ഭാഗത്ത് കണ്ട ഇനിഷ്യേറ്റീവ്സ് ഒക്കെ ഒന്ന് പറഞ്ഞു. ഒന്നും വിട്ടുകൊടുക്കരുത്. ഒന്നാമത് ഇവരൊന്നും പറയാൻ സമ്മതിക്കില്ല. നിങ്ങളുടെ ഫോട്ടോസ് ശ്രദ്ധിച്ചിട്ടാന്ന് അറിയില്ല. ടർബോയുടെ നമ്മുടെ ഫസ്റ്റ് അത് തന്നെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ആണ് ഉപയോഗിച്ചത്. അപ്പൊ നമ്മൾ ഇതിനകത്ത് ടർബോ പഞ്ച് എന്ന് പറഞ്ഞൊരു പഞ്ച് ഡിസൈൻ ചെയ്തു. അപ്പൊ അത് ലെഫ്റ്റ് ഹാൻഡ് പഞ്ചാണ്. നമുക്ക് ഫഹദിന്റെ രാജവാണിക്ക് കണ്ടിരുന്നു. അപ്പൊ ഫഹദിന്റെ ഒരു പേഴ്സണൽ ഡിസ്കഷനിൽ പറയുണ്ടായി, രാജവാണിക്കും ചട്ടമ്പിനാടൊക്കെയാണ് ഫഹദിന് അതിന്റെ അത് ഒരു റഫറൻസ് ആയതെന്ന് പറയുന്നു. നമുക്ക് കണ്ടിരുന്നു. എന്തായാലും വളരെ നന്നായിട്ടുണ്ട്. പതിനഞ്ച് സ്റ്റൈൽ തന്നെയാണ് നമ്മുടെ പറയുന്നതൊക്കെ ഒരു കേട്ടസി നമ്മളൊരു റെഫറൻസ് വെച്ചാൽ ഓക്കെ. പക്ഷെ അത് ഈസ് ഇൻഡിവിജ്വൽ പെർഫോമൻസ്. മമ്മൂട്ടിയുടെ വോയിസ് മോഡുലേഷൻ ഈ ഓസ്ലറി ഡെബിൾ സൗണ്ട് നെഗറ്റീവും അല്ലെങ്കിൽ ടർബോ ജ്യൂസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇമ്പാക്ട് ഉണ്ടല്ലോ. ഈ മമ്മൂക്ക പറയുമ്പോൾ അതൊരു ഭയങ്കര ഡിഫറെന്റ് ക്വാളിറ്റിയുമാണ്. അപ്പൊ ഈ ഡയലോഗ്സ് എടുക്കുമ്പോഴും എന്തൊക്കെ എഫേർട്ടുകൾ ആ ഒരു ഫാൻ ഉണ്ടായിരുന്നു? നമ്മളങ്ങനെ ഒരു ഭയങ്കര ചീസി ഡയലോഗുകൾക്ക് ഇതിനകത്ത് കാര്യമായിട്ട് ശ്രമിച്ചിട്ടില്ല. ജോസഫായി പറഞ്ഞതുപോലെ തലയ്ക്ക് മീതെ പ്രശ്നങ്ങളൊന്നും നിൽക്കുമ്പോൾ വർത്തമാനം പറയാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് പുള്ളി പല ഘട്ടങ്ങളിലും നിൽക്കുന്നത്. പിന്നെ ഉള്ള ഡയലോഗുകൾ, രസമുള്ള ഡയലോഗുകൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത് പുള്ളി പറയുമ്പോൾ അതിനൊരു ഭംഗി ഉണ്ടാവുമല്ലോ. ആ ഭംഗി നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ എഴുതിയിട്ടുള്ളൂ, ബാക്കി അദ്ദേഹത്തിന്റെ കയ്യിൽ അദ്ദേഹം പറയുമ്പോൾ ഉണ്ടാവുന്നൊരു ഭംഗിയുണ്ടല്ലോ, അതുണ്ടാവും. എങ്ങനെ ടർബോ ജ്യൂസിന്റെ ലുക്കിലേക്ക് പ്രത്യേകത വേണ്ടതെന്ന് വേണ്ടി ചെയ്തതാ. മുമ്പ് ഞാനൊരു വെക്കേഷന് വേണ്ടി ചെറുതായിട്ട് മുടി വെട്ടി. അപ്പൊ കുറച്ച് ദിവസം ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് ഒരു വെക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ മുടിയൊക്കെ ഒന്ന് പണം നോക്കിയതാണ്. അപ്പൊ തിരക്കേട്ടില്ലാന്ന് ഇവര് പറഞ്ഞു, അങ്ങനെ കൊടുത്തതാണ്. അല്ലാണ്ട് അതിന് വേണ്ടി ഒരു പരിപാടി ഉണ്ടായിരുന്നു. കുറവ് ചെയ്തിട്ട് ചോദിച്ചോണ്ട് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു. മുടി വെട്ടിക്കഴിഞ്ഞാൽ വളരെ കുറെ സമയം എടുക്കില്ലേ. അതിന് മുമ്പ് പടം തുടങ്ങുന്നത്. പിന്നെ ആ മുടി വെച്ച് അങ്ങനെ ഉപയോഗിച്ചു. പിന്നെ പടം തീരുന്നവരെ ആ മുടി വെട്ടി അങ്ങനെ ആയിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് എന്റെ കഥ. പടത്തിനകത്ത് 2-3 ഷർട്ട് കൊണ്ടൊക്കെ ഉള്ളൂ. പിന്നെ ഡ്രസ്സിന്റെ കാര്യത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. മമ്മൂക്ക വണ്ടികളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് താങ്കൾ. ഇവിടെ വണ്ടികളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് താങ്കൾ. ഈ സിനിമയിലെ ആക്ഷൻ സീനിലെ വണ്ടികൾ ഡ്രിഫ്റ്റിംഗ് ഒക്കെ താങ്കൾ തന്നെ ചെയ്യുമെന്ന് പറയുന്നു. കുറെ വണ്ടികളുണ്ട്. വണ്ടികളൊക്കെ പഴയ വിലക്ക് വിറ്റുകൊണ്ടിരിക്കുക. ഈ സിനിമയിലെ ആക്ഷൻ സീനിലൊക്കെ മമ്മൂക്ക ഇന്ന് പറഞ്ഞ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ആക്ഷൻ സീനിലത്തെ ഡ്രിഫ്റ്റിംഗ് ഒക്കെ താങ്കൾ തന്നെ ചെയ്തത്. അത്രയും സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് ഡ്രിഫ്റ്റ് എന്ത് വരുന്നു? ആൾക്കാർ നമ്മൾ മാറി എല്ലാം സേഫ് ആയി കഴിഞ്ഞാൽ ഡ്രിഫ്റ്റ് ചെയ്യാൻ എടുക്കുമല്ലോ. നമുക്കേ പറ്റുള്ളൂ, വേറെ ആർക്കൊന്നും പറ്റില്ല. ഇതുപോലെ ആക്ഷൻ അങ്ങനെ ഒരുപാട് ഡ്രിഫ്റ്റിംഗ് ഒന്നും ഇല്ല.
അങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ടോ? അല്ല അങ്ങനത്തെ പടങ്ങള് പക്കാണെന്ന് ചോദിച്ചാൽ എന്തായാലും ഒരു ആഗ്രഹം. നടക്കൽ മതി. ഇപ്പൊ റോട്ടിൽ എന്തോരം വണ്ടിയാണ്. നമുക്കാണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ, ആക്ടറുമാണ്. ആക്ടർ എങ്ങനെയാണ് ഈ പ്രൊഡ്യൂസറുടെ അടുത്ത് ശമ്പളം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ശമ്പളമൊക്കെ പറഞ്ഞിട്ടുണ്ട്, കാര്യം വലിയ പിടിമുണ്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ? വിട്ടുവീഴ്ച ചെയ്യുമോ? ചെയ്യേണ്ട വരില്ല. അങ്ങനെ പരിപാടി ഉണ്ടെങ്കിൽ തന്നെ ഒരു തരാതെ പറ്റിക്കലും ഉണ്ടാവും. നമ്മൾ വിട്ടുവീഴ്ച ചെയ്താൽ അവര് ശീലമാക്കും. പിന്നെ തരാതെ പറ്റിക്കാം ഉണ്ടാവും. മമ്മൂട്ടി ചിത്രം ചെയ്യാൻ നേരത്തെ എപ്പോഴും മമ്മൂക്കനെ കൊണ്ട് ഫൈറ്റ് ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പം അത് എന്തുകൊണ്ടാണ്? അത് ഞാൻ പൊതുവെ ആക്ഷൻ സിനിമകൾ കൂടുതൽ ചെയ്യുന്നതുകൊണ്ടാണ്. സ്വാഭാവികമായും അതിൽ ആക്ഷൻ ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ അങ്ങനെ ആക്ഷന്റെ പ്രാധാന്യമുള്ള സിനിമയാണ് ഈ സിനിമയും. അപ്പൊ അതിനൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. ഇപ്പൊ സായിച്ചേട്ടൻ പണ്ടൊരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നേരിട്ട് വിളിക്കാൻ പറ്റും മമ്മൂക്കനെ, അങ്ങ് വാടാ ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ മമ്മൂക്കയുടെ അച്ഛനാവാൻ പറ്റുന്നുണ്ട് രാജമാണിക്യത്തിലൊക്കെ, അതൊരു സൗകര്യമാണ്. അതുപോലത്തെ സൗകര്യം ആസ്വദിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അത് അർത്ഥം മാത്രമല്ല. അതെ അതെ, ബസ് കണ്ടക്ടർ എന്നൊരു മൂവിയിലാണ് ഞാൻ ആദ്യം മമ്മൂക്കയുടെ സിനിമയാണത്. എനിക്ക് ടിക്കറ്റ് ടൈം വേണം. വളരെ സന്തോഷമാണ്. ഇപ്പൊ അതൊക്കെ ഞാനും മമ്മൂക്ക എന്ന് പറയുന്ന ആക്ടറിനെ നമ്മള് ഇപ്പൊ പല ആളുകളും മമ്മൂക്കയുടെ ചില അച്ചായൻ കഥാപാത്രങ്ങൾ ഇപ്പൊ ബാക്കിയുള്ളവരെന്നെ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ മമ്മൂക്കയുടെ അങ്ങനത്തെ ക്യാരക്ടേഴ്സിനെ പോയിട്ട് പഠിക്കുകയും അതിലൊരു മീറ്ററാക്കി വെക്കുകയും ചെയ്യുന്ന അതാണ് ക്യാരക്ടേഴ്സിനുള്ള ഒരു ഐക്കോണിക് സ്റ്റേച്ചർ മലയാളത്തിൽ. ഇപ്പൊ കോട്ടയം കുഞ്ഞച്ചൻ എന്ന് പറയുന്ന പോലത്തെ ഒരു ക്യാരക്ടറിനെ നമ്മൾ അങ്ങനെ പിന്നെ ആരും സൃഷ്ടിച്ചു കാണിച്ചില്ല. സോ മമ്മൂക്കയുടെ കൂടെ ഓപ്പോസിറ്റ് അത് പെർഫോം ചെയ്ത് കാണിക്കുക. നിങ്ങളും ആദ്യമായിട്ടാണല്ലോ അങ്ങനെ കൊമേഴ്ഷ്യലി ആയിട്ടുള്ള ഒരു വില്ലനായിട്ട് എത്തുന്നത്. മമ്മൂക്കയെ നമ്മൾ കുറച്ചു കാലത്തിനായിട്ടാണ് ഇത്രയും കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു പ്രൊട്ടഗോണിസ്റ്റ് ആയിട്ട് കാണുന്നത്. സോ എന്തൊക്കെ പുതിയത് കൊമേഴ്ഷ്യൽ സിനിമയെ പറ്റിയിട്ട് മമ്മൂക്കയിലൂടെ മനസ്സിലാക്കി? Everything I learned here is new. നമ്മുടെ വൈശാഖ് സാറുടെ techniques or the way Vidut has written or for example, the first day I went, I was a little scared because of the language. മലയാളം അറിയും, പക്ഷെ അവരുടെ മുമ്പ് സംസാരിക്കുമ്പോൾ കുറച്ചും കൂടി ബുദ്ധിമുട്ടുണ്ട്. അപ്പോ എനിക്ക് കുറച്ചും കൂടി ഇന്റിമിഡേറ്റ് ആയി. അവരുടെ എന്റെ ഡയലോഗ് ഫ്ലോ കുറച്ചും കൂടി മാറി. Then he said the same dialogue in his flow. The moment he said, I was like, why did I think in this way? Then, like, I was so comfortable because I knew that he's not judging me. And, and the unfortunate thing was, he didn't have dialogue. He had to look at me. That was much more scary. He's just looking at me, I need to tell it. I'm like, okay. But the moment he gave me the flow, I could actually hold on to the scene. So then I knew that there is lot to learn in the commercial space that bridge cinema makers or indie filmmakers need to learn. The way they write, the way they approach Vishnu Sharma's camera angle, the way Sir performed, or Vaishak, how he ideated the scene and everything. I think I really say it's a film school to me. But they paid me the fees, that's all. ഇതിന്റെ ജീവിതത്തിൽ ഒരുപാട് നല്ല മൊമെന്റ്സ് കൂടി ഉണ്ടായിരുന്ന തെറ്റാണല്ലോ ബർത്ത്ഡേ സെലിബ്രേഷൻ. അപ്പൊ ഈ ടർബോയുടെ ഒരു ജേണി, മമ്മൂക്കയുടെ കൂടെ ഡയലോഗുകളൊക്കെ അടിച്ചു നടത്തുന്ന ജേണി അറിയാലോ. പിന്നെ വിജയനം പറഞ്ഞ പോലെ ജോസഫായി എന്റെ കൂടെയാണ്. അതാണ്